അസീസിയിലെ വിശുദ്ധ ഫ്രാൻസിസ് ഈജിപ്തിലെ സുൽത്താനുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം തിരികെ വരുമ്പോൾ ഭരണാധികാരികൾക്ക് എന്ന തലക്കെട്ടോടെ ഒരു ഓപ്പൺ ലെറ്റർ എഴുതി. അതിൽ അദ്ദേഹം ഇങ്ങനെ പറയുന്നുണ്ട്: ഭരണാധികാരികളെ, നിങ്ങളുടെ കീഴിലുള്ള ജനങ്ങൾക്കിടയിൽ ദൈവത്തോട് അതീവ ബഹുമാനമുണ്ട് എന്ന് ഉറപ്പുവരുത്തണം. അത് നിങ്ങളുടെ ഉത്തരവാദിത്തമാണ്. എല്ലാ സന്ധ്യാനേരങ്ങളിലും ജനങ്ങൾക്കായി ഒരു അടയാളം കൊടുക്കണം, ഒരു സിഗ്നൽ. അത് കേൾക്കുമ്പോൾ ജനങ്ങൾ ദൈവത്തെ ആരാധിക്കണം, അവിടുത്തേക്ക് നന്ദി പറയണം. ഇത് ചെയ്യുന്നില്ല എങ്കിൽ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ മുമ്പിൽ നിങ്ങൾ കണക്ക് കൊടുക്കേണ്ടി വരും. ഈജിപ്തിലെ യാത്രയ്ക്കിടയിൽ മുസ്ലിം പള്ളികളിൽ നിന്ന് മുഴങ്ങിക്കേട്ട ബാങ്ക് വിളികളാണ് ഫ്രാൻസിസിന് പ്രചോദനം നൽകിയത്. പണ്ട് കാലങ്ങളിൽ നമ്മുടെ പള്ളികളിൽ നിന്ന് മണികൾ മുഴങ്ങുമായിരുന്നു. പള്ളിമണികൾ കേൾക്കുമ്പോൾ വീട്ടിൽ മുട്ടുകുത്തി നിന്ന് പ്രാർത്ഥന ആരംഭിക്കും. ഇന്ന് മുട്ടുകുത്താനും പ്രാർത്ഥിക്കാനും ഒക്കെ നമുക്ക് മടിയാണ്. ആത്മാവിലും സത്യത്തിലും ദൈവത്തെ ആരാധിക്കുന്നവരുടെ എണ്ണം കുറയുന്നുണ്ട്. ദൈവത്തെ ദൈവമായി അംഗീകരിക്കലാണ് സന്ധ്യാപ്രാർത്ഥന. അത് ആരാധനയാണ്. ദൈവത്തിൻ്റെ മുമ്പിൽ നിശബ്ദമായി നിൽക്കുന്നതും ആരാധനയാണ്. നന്ദി പറയുന്നതും ആരാധനയാണ്. റോഡിലൂടെയുള്ള യാത്രക്കിടയിൽ പള്ളികൾ കാണുമ്പോൾ കുരിശ് വരയ്ക്കുന്നതും ആരാധനയാണ്. വെളിപാടിൻ്റെ പുസ്തകത്തിൽ ഈശോയ്ക്കൊരു പേരുണ്ട്, ആമേൻ. ആമേൻ ആമേൻ എന്ന് ആവർത്തിച്ചുള്ള പ്രാർത്ഥന വെളിപാട് പുസ്തകത്തിലെ ആരാധന തന്നെയാണ്. ദിവ്യകാരുണ്യം എഴുന്നള്ളിച്ചു വച്ചിരിക്കുന്ന പള്ളികളിൽ പോകുന്നതും ദേവാലയങ്ങൾ സന്ദർശിക്കുന്നതുമൊക്കെ ആരാധനയാണ്. ആത്മാവിലും സത്യത്തിലും ദൈവത്തെ ആരാധിക്കണം. അത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. ആരാധിക്കുന്നവരുടെ സമൂഹമാണ് ദൈവമക്കളുടെ സമൂഹം. ആരാധന ഞാൻ ആരാണെന്നും ദൈവമെനിക്ക് ആരാണെന്നും ലോകത്തോടുള്ള വിളിച്ചു പറയലാണ്. എന്നോട് തന്നെയുള്ള പ്രഘോഷണമാണ്.